Okay, we will start. So, in the last class, we discussed about the different types of Gauss elimination. Gauss elimination നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് പോസിബിൾ കേസസ് ആണ് വരുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നോ സൊല്യൂഷൻ കേസ്. നോ സൊല്യൂഷൻ കേസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ സിസ്റ്റം. നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കാണും. അതിനെ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് എലമെന്ററി റോ ഓപ്പറേഷൻ വഴി അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള കോഎഫിഷ്യൻസ് വെച്ചിട്ട് പുതിയ 3 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ അതിൽ ലാസ്റ്റ് ഇക്വേഷനിൽ നമുക്കൊരു വേരിയബിളിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. അതിൽ നിന്ന് തൊട്ട് പ്രീവിയസ് ഉള്ള ഇക്വേഷൻ ആ ഒരു വാല്യൂ തൊട്ട് പ്രീവിയസ് ഉള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അടുത്ത വാല്യൂ കിട്ടും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നത്. നോ സൊല്യൂഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മൾ ഫൈനലി ഓഗ്മെന്റഡ് മെട്രിക്സിൽ നിന്ന് ഇക്വേഷൻ എഴുതുമ്പം എന്തെങ്കിലും ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ 0=5 അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കൺവേർട്ട് ചെയ്ത് എഴുതി. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ നിന്ന് 3x1 plus 2x2 plus 2x3 minus 5x4 is equal to 8. Then 1.1x2 plus 1.1x3 minus 4.4x4 is equal to 1.1. Then 0 is equal to 0. ഇനി ഇതിൽ സെക്കൻഡ് ഇക്വേഷൻ, ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്നും നമ്മൾ വിളിച്ചു. സെക്കൻഡ് ഇക്വേഷനെ 1.1 ഇട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ് വിൽ ബിക്കം x2 പ്ലസ് x3 മൈനസ് 4x4 is equal to 1. ഈ ഒരു രീതിയിൽ സെക്കൻഡ് ഇക്വേഷൻ വന്നു. അവിടെ നിന്ന് നമ്മൾ x2 is equal to 1 മൈനസ് x3 പ്ലസ് 4x4 എന്നുള്ള ഒരു x2-ന് ഒരു വാല്യൂ കിട്ടി. x2 is equal to 1 minus x3 plus 4x4. Then what we have to do is substitute the value of x2 in first equation. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് x2-ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയേ, 3x1 ഞാൻ ജസ്റ്റ് x1ന്റെ ടേം ഒരു സൈഡിലും ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്താണ് എഴുതിയേക്കുന്നത്. സോ ഇവിടെ 8 ഉണ്ട്. 8ന്റെ കൂടെ പ്ലസ് 2x2 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 2x2 ആവും. പ്ലസ് 2x3 അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 2x3 ആവും. മൈനസ് 5x4 അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 5x4 ആവും. ഇനി ആ x2-ന് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് x3 പ്ലസ് 4x4. അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ്. 3x1 is equal to minus 2 plus minus 2 into minus x3. So plus 2x3 minus 2 plus 4x4, that is minus 8x4 minus 2x3 plus 4x4 plus 8. So 3x1 is equal to ഈ plus 2x3 minus 2x3 cancel ആവും. minus 8x4 plus 5x4. So minus 3x4 balance വരും. minus 2 plus 8. minus 2 plus 8 plus 6 വരും. So 3x1 is equal to 6 minus 3x4 balance വരും. ഇതിൽ 2 outside എടുക്കും. Sorry, 3 outside എടുക്കും. So it will become 3 into 2 minus x4 എന്ന് എഴുതാം. So x1 is equal to 3 into 2 minus x4 divided by 3, which is equal to 2 minus x4. അപ്പോൾ x1ന്റെ വാല്യൂ 2 മൈനസ് x4 എന്നും x2ന്റെ വാല്യൂ 1 മൈനസ് x3 പ്ലസ് 4x4 എന്നും ആണ് നിലവിൽ കിട്ടിയേക്കുന്നത്. ഈ x3യും x4ഉം കാണാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സിൽ ഉണ്ടായിരുന്നില്ല. So what we have to conclude is, in this particular situation, x1നും x2ന്റെയും വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് x3 വേരിയബിളിന്റെ വാല്യൂവും x4 വേരിയബിളിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. So depending upon the value of x3 and x4, the value of x1 and x2 varies. x4-ന് 1ഉം x4-നും x3-ക്കും 1 കൊടുത്തു കഴിഞ്ഞാൽ x1-നും x2-നും പുതിയൊരു വാല്യൂ കിട്ടും. x4-നും x3-ക്കും 2 കൊടുത്തു കഴിഞ്ഞാൽ വേറെ വാല്യൂ ആയിരിക്കും x1-നും x2-നും കിട്ടുന്നത്. ഇങ്ങനെ ഒരു എൻഡിങ് വരികയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഇക്വേഷന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് അവൈലബിൾ ആണെന്നുള്ളത്.
കാരണം ഇവിടെ വ്യക്തമായിട്ടൊരു വാല്യൂവും x3ക്കും s4നും കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ 1 ഇട്ട് കൊടുക്കുന്നു, രണ്ടിനും 1 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് 1 അടുത്തതിന് 2 ഇടുക. ആ രീതിയിൽ വാല്യൂ x3യും s4നും വാല്യൂ ഇട്ട് കൊടുക്കും. അതനുസരിച്ച് ചേഞ്ചസ് x1ലും x2ലും റിഫ്ലക്റ്റ് ആവും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് അവൈലബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഇത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ടൈം ആയത്. അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കെ. x1ന്റെ വാല്യൂ 2 മൈനസ് x4ഉം x2ന്റെ വാല്യൂ 1 മൈനസ് x3 പ്ലസ് 4x4 എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ x1ന്റെയും x2ന്റെയും വാല്യൂ വരുന്നത് x3യുടെയും x4ന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോ? നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെസ്സേജ് എങ്കിലും ഇടണേ. ഓക്കെ, now we move on to the next term, pivot in a matrix. Pivot in a matrix means the first non-zero entry in each row is termed as pivot. Matrices can be, നമുക്ക് മെട്രിക്സിനെ രണ്ട് ഫോർമാറ്റിൽ എഴുതാം. റോ എഷലോൺ ഫോം അല്ലെങ്കിൽ റെഡ്യൂസ് റോ എഷലോൺ ഫോം എന്ന് പറയുന്ന ഫോർമാറ്റ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് പിവറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിവറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ ഈച്ച് റോ ഈസ് ടേംഡ് ആസ് പിവറ്റ്. ഇപ്പൊ ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എ 2x2 മെട്രിക്സ്. The elements are 1 2 0 3. So here having 2 rows as well as 2 columns here. In order to identify the pivot elements are identified for each row. ഇപ്പൊ ആദ്യത്തെ റോയുടെ പിവറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി. ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. സോ ദിസ് 1 is termed as the pivot of this particular row. ഇനി സെക്കൻഡ് റോയിൽ നോക്കാം. സെക്കൻഡ് റോയിൽ രണ്ട് എലമെന്റ്സ് ആണുള്ളത്, 0 3. ഇവിടുത്തെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 is the pivot of this particular row. Hope you understand what is pivot. Just note it. Pivot means first non-zero entry in each row is called pivot. ഇനി നമ്മൾ ഈ മെട്രിക്സിന്റെ രണ്ട് ഫോർമാറ്റിലേക്ക് പോവാണ്. റോ എഷലോൺ ഫോമും റെഡ്യൂസ് റോ എഷലോൺ ഫോമും ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് ഈ പിവറ്റ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇൻ ഈച്ച് റോ ഓഫ് എ മെട്രിക്സ്. First non-zero entry in each row of matrix is called pivot. So in this example, 1 is the pivot of first row and 3 is the pivot of second row. Note ചെയ്ത് പോക്കണം. Now we move on to the first format of matrix, row echelon form, REF. Row echelon form is termed as REF. A matrix that satisfies the following properties are said to be in row echelon form. ഒരു മെട്രിക്സിന് റോ എഷലോൺ ഫോമിലാണ് എന്ന് പറയാൻ കാരണം ഈ ഒരു 3 പ്രോപ്പർട്ടീസ് ആ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് റോ എഷലോൺ ഫോമിലാണെന്ന് നമുക്ക് പറയാം. എന്താണ് ആ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി മീൻസ് പിവറ്റ് ഗോ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. The pivot element in each and every row in that particular matrix should go from top left position of the matrix to the bottom right. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ എക്സാമ്പിൾ മെട്രിക്സ് നോക്കിയേ, 3 2 1 0 മൈനസ് 1/3 1/3 0 0 0. ഈ ആദ്യത്തെ മെട്രിക്സിന്റെ കേസിൽ ആദ്യത്തെ റോയുടെ പിവറ്റ് എലമെന്റ് എന്ന് പറയുന്നത് A11 പൊസിഷനിലുള്ള 3 ആണ്. അതായത് ഫസ്റ്റ് നോൺ സീറോ എൻട്രി വരുന്നത് 3 ആണ്. സെക്കൻഡ് റോയുടെ കേസിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് -1/3. തേർഡ് റോയുടെ കേസിൽ എല്ലാം സീറോസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിയേ, ആദ്യത്തെ റോയുടെ പിവറ്റ് 3, അതായത് A11 പൊസിഷൻ. ദെൻ സെക്കൻഡ് റോയുടെ പിവറ്റ് എന്ന് പറയുന്നത് -1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A22 പൊസിഷൻ. ദെൻ തേർഡ് റോയിൽ എല്ലാം സീറോസ് ആണ് വന്നേക്കുന്നത്.
ഇപ്പൊ ഈ ഒരു പിവട്ടിന്റെ അറേഞ്ച്മെന്റ് നോക്കിയേ. Pivot go from top left. This is the top left corner, and it goes from ഓരോ റോ ബൈ റോ ചെക്ക് ചെയ്യുമ്പോൾ അത് തൊട്ട് മുമ്പുള്ള റോയുടെ ബോട്ടം റൈറ്റ് ആയിട്ടായിരിക്കും അടുത്ത പിവട്ട് വരുന്നത്. ബോട്ടം ബോട്ടം വന്നു, അതിന്റെ റൈറ്റ് പൊസിഷനിലാണ് അടുത്ത റോയുടെ പിവട്ട് കിടക്കുന്നത്. അതുപോലെ ഈ ലാസ്റ്റ് മെട്രിക്സ് നോക്കിയേ, 1 2 3 4 1 2 3 4 0 7 5 6 0 0 0 7 8 0 0 0 0. ഈ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു അറേഞ്ച്മെന്റ് അല്ലേ നോക്കിയേ. ആദ്യത്തെ റോയുടെ പിവട്ട് എന്ന് പറയുന്നത് 1, ആദ്യത്തെ റോഡ് പിവട്ട് എന്ന് പറയുന്നത് 1, അടുത്ത റോഡ് പിവട്ട് എന്ന് പറയുന്നത് 7. സോ ആദ്യത്തെ ബോട്ടം റൈറ്റ് ആയിട്ടാണ് 7 വരുന്നത്. ദെൻ സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ സെക്കൻഡ് റോയുടെ പിവട്ട് കിടക്കുന്നത് 8 2 2 പൊസിഷൻ, തേർഡ് റോയുടെ പിവട്ട് കിടക്കുന്നത് വീണ്ടും 7 ആണ്, അത് കിടക്കുന്നത് 3 3 പൊസിഷനാണ്. അറേഞ്ച് ചെയ്ത് നോക്കിയേ, സെക്കൻഡ് റോയിൽ നിന്ന് ബോട്ടം വന്നു, റൈറ്റ് പൊസിഷനിലാണ് അടുത്ത പിവട്ട് കിടക്കുന്നത്. ഈ രീതിയിൽ ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. പിവട്ട് എലമെന്റ് ഷുഡ് ഗോ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ എൻട്രീസ് ബിലോ പിവട്ട് ആർ സീറോസ്. പിവട്ട് എലമെന്റിന്റെ താഴെ വരുന്ന എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കണം. ഫസ്റ്റ് മെട്രിക്സ് നോക്കുക, ഇവിടെ 3 ആണ് പിവട്ട്, അതിന്റെ താഴെ വരുന്നത് 0, അതിന്റെ താഴെ വരുന്നതും 0. ആ ഒരു കോളത്തിൽ ബാക്കി എല്ലാ എൻട്രിയും 0, അതിന് താഴെ വരുന്നത്. സെക്കൻഡ് റോയുടെ പിവട്ട് എന്ന് പറയുന്നത് -1/3, -1/3 കഴിഞ്ഞിട്ട് ആ കോളത്തിൽ വരുന്നതെല്ലാം 0. ഈ ഒരു കേസ് നോക്കാം. തേർഡ് മെട്രിക്സിന്റെ കേസ് നോക്കാം. 1 വന്നു, 1 കഴിഞ്ഞാൽ അതിന്റെ താഴെ ആ കോളത്തിൽ താഴെ വരുന്നതെല്ലാം സീറോസ് ആണ്. 7 വന്നു, 7ന്റെ താഴെ വരുന്നതെല്ലാം സീറോസ് ആണ്. ഈ 7 വന്നു, അതിന്റെ താഴെ വരുന്നതെല്ലാം സീറോസ് ആണ്. ദെൻ അടുത്ത കേസ് നോക്കാം. തേർഡ് പ്രോപ്പർട്ടി, ഓൾ റോസ് വിച്ച് കൺസിസ്റ്റ് എൻറ്റയർലി ഓഫ് സീറോസ് അപ്പിയർ അറ്റ് ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ്. 0 മാത്രം വരുന്ന റോ ഉണ്ട് എങ്കിൽ, എല്ലാം 0 എൻട്രി വരുന്ന റോ ഉണ്ടെങ്കിൽ അത് മെട്രിക്സിന്റെ ബോട്ടം ലൈനിലായിരിക്കണം വരേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് മെട്രിക്സ് അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് റോ നോക്കുക 0 0 0. സെക്കൻഡ് മെട്രിക്സിന്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 0, സോറി 0 0 0 12. അപ്പൊ ഈ കേസിൽ ചില കേസുകളിൽ അങ്ങനെ വരാതിരിക്കാം, ഉണ്ട് എങ്കിൽ മാത്രം കേട്ടോ. സീറോസ് മാത്രമുള്ള റോ ഉണ്ട് എങ്കിൽ മാത്രം ബോട്ടം വരണം എന്നേ ഉള്ളൂ. ഇല്ല എങ്കിൽ പ്രോബ്ലം ഇല്ല. ഈ ഒരു കേസിൽ സെക്കൻഡ് എക്സാമ്പിളിന്റെ കേസിൽ 0 0 0 12 ആ വന്നേക്കുന്നത്, 3 0യും 12ഉം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അതൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. 0 0 ഉണ്ട് എങ്കിൽ സെക്കൻഡ് റോ ആവാൻ പാടില്ല, ഏറ്റവും ലാസ്റ്റ് റോ മാത്രമേ ആവാൻ പാടുള്ളൂ. ഈ ലാസ്റ്റ് എക്സാമ്പിൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ദ കറസ്പോണ്ടിങ് ഫോർമാറ്റ്സ് ആൻഡ് കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് ഫോർ റോ എഷലോൺ ഫോം. നോട്ട് ചെയ്യാം. നോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഡൺ എന്നുള്ളതോ അല്ലെങ്കിൽ ഏസ് എന്നോ കംപ്ലീറ്റഡ് എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് ചാറ്റിൽ ഇടണം കേട്ടോ.
Excuse me, ma'am. Okay. So here you can see that we given system of linear equations, we have to put the augmented matrix in row echelon form. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2x plus y plus 2z is equal to 18. നമ്മൾ ഹോംവർക്ക് ആയിട്ട് തന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. Okay. 2x plus y plus 2z is equal to 18. X minus y plus 2z is equal to 9. X plus 2y minus z is equal to 6. ഇന്നലെ ഹോംവർക്ക് എന്ന് പറഞ്ഞ സ്ലൈഡിൽ ഉണ്ടായിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ടായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ ഇടാം എന്നാണ് പറഞ്ഞത്, ഇന്ന് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസിന് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 1 to 18, 1 minus 1 to 9, 1 2 minus 1 6. ഇതാണ് കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നത്. ഇതിനെ നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ആ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 1 minus 1 2 9 0 3 minus 2 0 0 0 1 3. അപ്പൊ ഈ ഫൈനലി കിട്ടിയേക്കുന്ന നമ്മുടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് റോ എഷലോൺ ഫോമിൽ കിടക്കുന്ന മെട്രിക്സ് ആയിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്തേ. റോ എഷലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് പിവറ്റ് ഗോ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. പിവറ്റ് ഗോ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. ഇവിടുത്തെ കേസിൽ വണ്ണിന്റെ ബോട്ടം റൈറ്റ് ആയിട്ടാണ് 3 കിടക്കുന്നത്. 3യുടെ ബോട്ടം റൈറ്റ് ആയിട്ടാണ് ലാസ്റ്റ് റോയിലെ 1 കിടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾ എൻട്രീസ് ബിലോ പിവറ്റ് ആർ സീറോസ്. അപ്പൊ വണ്ണിന്റെ താഴെയുള്ള ആദ്യത്തെ കോളത്തിലെ വണ്ണിന്റെ താഴെയുള്ള സീറോസ് ആണ്. നെക്സ്റ്റ് കോളത്തിൽ സെക്കൻഡ് കോളത്തിൽ 3യുടെ താഴെ 0 വന്നിട്ടുണ്ട്. തേർഡ് കോളത്തില് 1 ആണ് പിവട്ട് വരുന്നത്. അതിന് താഴെ വേറെ റോ ഇല്ലാത്തതുകൊണ്ട് ദാറ്റ്സ് ഓക്കെ. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ റോസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർലി ഓഫ് 0 അപ്പിയർ അറ്റ് ദ ബോട്ടം ഓഫ് ദ മെട്രിക്സ്. അതായത് ഒരു റോയിലെ എല്ലാ എൻട്രിയും 0 വന്നു കഴിഞ്ഞാൽ അത് മെട്രിക്സിന്റെ ബോട്ടത്തിലായിരിക്കണം കിടക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ ഒരു റോ ഇവിടെ ഇല്ല, ബട്ട് ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ വന്നാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒരു റോ ഇല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ പ്രശ്നമില്ല. ബാക്കി എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എഴുതിയേക്കുന്നത്. അടുത്ത സെറ്റ് അത് നമുക്ക് ഹോംവർക്കിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി കഴിയുമ്പോൾ 2 2 4 18 അതിന്റെ കറസ്പോണ്ടിങ് ഇനീഷ്യലി ഉള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നത് 2 2 4 18, 1 3 2 13, 3 1 3 14. ഇതാണ് കറസ്പോണ്ടിങ് ഇനീഷ്യൽ ഉള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് വരുന്നത്. ഇതിനെ സോൾവ് ചെയ്തൊക്കെ കഴിയുമ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഫൈനലി സോൾവ് ചെയ്ത് വരുന്ന മെട്രിക്സ്. അപ്പോൾ ഇതിൽ നോക്കാം, ഇതിന്റെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് 2, 2വിന് താഴെയുള്ള സീറോസ് ആണ്. 2വിന്റെ ബോട്ടം റൈറ്റ് ആയിട്ടാണ് 4 കിടക്കുന്നത്. 4ന് താഴെ വരുന്നതും സീറോസ് ആണ്. ദെൻ അടുത്തത് 4ന് ബോട്ടം റൈറ്റ് ആയിട്ടാണ് -6 കിടക്കുന്നത്. -6 ഇസ് ദ ലാസ്റ്റ് റോ. അപ്പൊ ഈ ഒരു കേസിലും ഇതിനെ റോ എഷലോൺ ഫോമിൽ തന്നെ ആയിരിക്കും അതിന്റെ ഫൈനൽ മെട്രിക്സ് സാധനം കിടക്കുന്നത്. നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 99% അത് റോ എഷലോൺ ഫോമിലായിരിക്കും കൺവേർട്ട് ചെയ്ത് വരുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ നോട്ടിലുണ്ട്, അതായത് സൊല്യൂഷൻ എല്ലാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്യൂട്ടോറിയലിൽ ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് റോ എഷലോൺ ഫോം. ദിസ് ഇസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ഫോർമാറ്റ്. എ മെട്രിക്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഈസ് സെഡ് ടു ബി ഇൻ റെഡ്യൂസ് റോ എഷലോൺ ഫോം.
അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്യണേ. First property is if a row has non-zero entries, then first entry in each row should be 1. That is, all leading entries in each row of the matrix is 1. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ എല്ലാ റോയുടെയും പിവറ്റ് എലമെന്റിന്റെ വാല്യൂ 1 ആയിരിക്കണം. എല്ലാ റോയിലും പിവറ്റ് എലമെന്റ് ഉണ്ട് എങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കണം. പിവറ്റ് എലമെന്റ് is also called as leading entry. So if a row has non-zero entries, then the first entry in each row should be 1. Pivot element 1 ആയിരിക്കണം. Then second condition is if a column contains a leading entry 1, then all entries below and above that entry are 0. റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ ഒരു പിവറ്റ് എലമെന്റ് വന്നു കഴിഞ്ഞാൽ ആ പിവറ്റ് എലമെന്റിന്റെ മുകളിലുള്ള കോളത്തിലും മുകളിലുള്ള റോയിലും പിവറ്റ് എലമെന്റ് കഴിഞ്ഞു വരുന്ന റോസിലും എല്ലാം ആ സെയിം കോളത്തിൽ 0 വരണം. മുമ്പത്തെ റോ എഷലോൺ ഫോമിൽ താഴെ മാത്രം പിവറ്റ് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന റോസിൽ മാത്രം ആ ഒരു പൊസിഷനിൽ താഴെ വരുന്ന റോസിലെ എൻട്രീസിന് മാത്രം 0 ആയാൽ മതിയായിരുന്നു. പക്ഷെ റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ പിവട്ട് ഇപ്പൊ സെക്കൻഡ് റോയിലാണ് വന്നിരിക്കുന്നത്, സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലാണ് പിവട്ട് വന്നിരിക്കുന്നതെങ്കിൽ അതിന് മുകളിലുള്ള പൊസിഷനും അത് കഴിഞ്ഞിട്ട് വരുന്ന പൊസിഷൻസും 0 ആയിരിക്കണം. അതാണ് ഒരു വ്യത്യാസം. ദെൻ തേർഡ്, ബാക്കി എല്ലാം സെയിം തന്നെ കേട്ടോ. ഇൻ എനി രണ്ട് വ്യത്യാസമേ വരുള്ളൂ. പിവട്ട് എലമെന്റിന്റെ വാല്യൂ വരണം 1 ആയിരിക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് പിവട്ട് എലമെന്റിന് മുകളിലുള്ളതും താഴെ വരുന്ന എൻട്രീസും 0 ആയിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇൻ എനി ടു കോൺസിക്യൂട്ടീവ് നോൺ സീറോ റോസ് ദ ലീഡിംഗ് എൻട്രി ഇൻ ദ അപ്പർ റോ ഒക്കേഴ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലീഡിംഗ് എൻട്രി ഇൻ ദ ലോവർ റോ. മുമ്പത്തെ കേസിൽ നമ്മൾ പറഞ്ഞ ബോട്ടം റൈറ്റ് എന്നാ, അത് തന്നെയാണ് ഇത് തിരിച്ചു പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. ലോവർ റോയെ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പർ റോയുടെ പിവട്ട് കിടക്കുന്നത് ടോപ്പ് ലെഫ്റ്റിലായിരിക്കണം. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻ എനി ടു കോൺസിക്യൂട്ടീവ് നോൺ സീറോ റോസ് ദ ലീഡിംഗ് എൻട്രി ഇൻ ദ അപ്പർ റോ occurs to the left of the leading entry in the lower row. അപ്പർ റോയിലെ ലീഡിംഗ് എൻട്രി എന്ന് പറയുന്നത് ലോവർ റോയുടെ എൻട്രീനേക്കാൾ ലെഫ്റ്റ് സൈഡിലായിരിക്കണം കിടക്കേണ്ടത്. ലോവർ റോയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ മുമ്പത്തെ കണ്ടീഷൻ തന്നെ. രണ്ടാമത്തെ റോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയുടെ പിവട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ റോയുടെ പിവട്ടിന്റെ ബോട്ടം റൈറ്റ് ആയിട്ടായിരിക്കണം വരേണ്ടത്. അപ്പൊ തിരിച്ച് താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ടോപ്പ് ലെഫ്റ്റ് വരും. Then fourth is all rows which consist of entirely of zeros appear at the bottom of matrix. 0 മാത്രമുള്ള റോസ് ഉണ്ട് എങ്കിൽ അത് മെട്രിക്സിന്റെ ലാസ്റ്റ് റോ ആയിട്ട് വേണം എൻട്രി ചെയ്യാൻ. ഇത്രയാണ് 4 കണ്ടീഷൻസ് വരുന്നത്. ഈ 4 പ്രോപ്പർട്ടീസ് ഒന്ന് നോട്ട് ചെയ്തേ. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മെസ്സേജ് ഇടണേ.
എഴുതി കഴിഞ്ഞവർ ആ പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ ഒന്ന് വായിച്ചോ, മനസ്സിലൊന്ന് ഉറപ്പിച്ചേക്കാം. So we are moving to the first property. If a row has non-zero entries, then first entry in each row should be 1. That is, all leading entries in each row of the matrix is 1. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. ഫസ്റ്റ് മെട്രിക്സ് നോക്കിയേ, പ്രോപ്പർട്ടി 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. 1 2 3 4 0 1 5 6 0 1 7 8 0 0 1 9. അപ്പോൾ ഫസ്റ്റ് റോയുടെ കേസിൽ പിവട്ട് വരുന്നത് 1, അത് 1 തന്നെയാണ്. സെക്കൻഡ് റോയുടെ കേസിലും പിവട്ട് വരുന്നത് 1 ആണ്. തേർഡ് റോയുടെ കേസിലും പിവട്ട് വരുന്നത് 1 ആണ്. ഫോർത്ത് റോയുടെ കേസിലും പിവട്ട് വരുന്നത് 1 ആണ്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈ ഒരു മെട്രിക്സിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. Then second, okay, if a column contains a leading entry 1, then all entries below and above that entry are 0. അപ്പൊ ഈ ഒരു കേസ് നോക്കാം, ഈ ഒരു സെക്കൻഡ് മെട്രിക്സ് നോക്കാം. സെക്കൻഡ് മെട്രിക്സിൽ വാല്യൂസ് വരുന്നത് 1004 0106 0018 0000. അപ്പൊ ഇവിടുത്തെ കേസിൽ പിവട്ട് എലമെന്റ്, ആദ്യത്തെ റോയുടെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്ന 1, 1ന് താഴെ എല്ലാം സീറോസ് ആണ് വന്നേക്കുന്നത്. സെക്കൻഡ് റോയുടെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് ഈ 1, റെഡ് കളറിലുള്ള ഈ സെക്കൻഡ് 2 പൊസിഷനിൽ കിടക്കുന്ന ഈ 1, അതിന് മേളിലും 0, താഴെ വരുന്നതും എല്ലാം 0. മൂന്നാമത്തെ റോയുടെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് ഈ 1 ആണ്, അതിന് മേളിൽ വരുന്നതെല്ലാം 0, അതിന് താഴെ വരുന്നതും 0. നാലാമത്തെ റോയിൽ എല്ലാം സീറോസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി ഒരു എക്സാമ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു മെട്രിക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കിയേ, ഇഫ് എനി ടു കോൺസിക്യൂട്ടീവ് നോൺ സീറോ റോസ്, then the leading entry in the upper row occurs to the left of the leading entry in the lower row. അപ്പൊ ഇപ്പൊ ഇത് ഈ ഒരു എക്സാമ്പിളിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഈ ഒരു രണ്ട് കോൺസിക്യൂട്ടീവ് റോ, ഇത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് റോയുടെ പിവട്ട് എലമെന്റിന്റെ ലെഫ്റ്റ് പൊസിഷനിലായിരിക്കും അപ്പർ റോയുടെ പിവറ്റ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു 1ന്റെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പർ റോയുടെ പിവറ്റ് കിടക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലായിരിക്കും പിവട്ട് കിടക്കുന്നതെന്ന്, ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു എൽ ഷേപ്പ്. അപ്പോൾ ഇത് തന്നെയാണ് ബോട്ടം റൈറ്റ് എന്ന് പറയുന്നത്. റോ എഷലോൺ ഫോമിൽ ബോട്ടം റൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ. പക്ഷെ ലോവർ റോയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോപ്പർട്ടി പറഞ്ഞേക്കുന്നതെന്നുള്ളൂ. ഇറ്റ് ഈസ് സെയിം ആസ് ദ pivot of next row will appear at the bottom right position. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവിടെ ആ ഒരു പിവട്ട് എലമെന്റ്സ് വന്നേക്കുന്നത്. അതാണ് പ്രോപ്പർട്ടി 3 പറയുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടി 3യെ ബേസ് ചെയ്ത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. ദിസ് ഇസ് 0. You can see that this is 0. So you just not consider, if you are considering the third row and second row, you can see that the left position, the pivot of second row appears. If you are considering first and second row, the left side of the pivot left side in the second row should, this one will be the left side of this particular one. So this matrix satisfies the third property. You just look the third this matrix, the second matrix, 1034 1034, then 0016 0167 0000. ഈ ഒരു സെക്കൻഡ് റോയും തേർഡ് റോയും നോക്കിയേ, സെക്കൻഡ് റോയിലെ പിവട്ട് എന്ന് പറയുന്നത് ഇവിടെയും തേർഡ് റോയിലെ പിവട്ട് എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് കോളത്തിലുമാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടോപ്പ് ലെഫ്റ്റ്, അപ്പർ ആണ് നോക്കുന്നതെങ്കിൽ ടോപ്പ് ലെഫ്റ്റ്, ലോവർ ലൈനിലേക്കാണ് നോക്കുന്നതെങ്കിൽ ബോട്ടം റൈറ്റിലായിരിക്കണം ആര് വരേണ്ടത്, പിവട്ട് എലമെന്റ് വരേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ 1ന്റെ ബോട്ടം റൈറ്റ് ആയിട്ടാണ് ഈ 1 വന്നേക്കുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്തു. 1ന്റെയും 2ന്റെയും കേസിലൊക്കെ, ഫസ്റ്റ് റോയുടെയും സെക്കൻഡ് റോയുടെയും കേസിലൊക്കെ സെക്കൻഡ് റോയും തേർഡ് റോയും എടുക്കുമ്പോൾ സെക്കൻഡ് റോയുടെ ബോട്ടം റൈറ്റിലേ വരാവൂ, പക്ഷെ ഇത് ബോട്ടം ലെഫ്റ്റിലാണ് വന്നേക്കുന്നത്. അല്ല എങ്കിൽ തേർഡ് റോയുടെ അപ്പർ ലെഫ്റ്റിലേ വരാവൂ.
ഇവിടെ അപ്പർ റൈറ്റിലാണ് വന്നേക്കുന്നത്. സോ ദിസ് മെട്രിക്സ് ഇസ് നോട്ട് satisfies the third property. This satisfies, but this matrix not satisfied. Now we move on to the fourth property. All rows which consist entirely of zeros appear at the bottom of the matrix. സീറോ മാത്രമുള്ള റോ ഉണ്ടെങ്കിൽ അത് മെട്രിക്സിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ വേണം വരാൻ. അപ്പൊ ഇവിടുത്തെ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മെട്രിക്സിന്റെ കേസിൽ സീറോസ് ഉള്ള റോ എല്ലാം, സീറോസ് ഉള്ള ആ കറസ്പോണ്ടിങ് എൻട്രി ഉണ്ട് എങ്കിൽ, സീറോ മാത്രമുള്ള റോ ഉണ്ടെങ്കിൽ മെട്രിക്സിന്റെ ലാസ്റ്റ് ലൈൻ ആയിട്ട് വേണം വരാൻ. ഇതേ രീതിയിൽ ഇതിപ്പോ പക്ഷെ റോ എഷലോൺ ഫോമിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ അല്ല. റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ ആവണമെങ്കിൽ ഈ പിവട്ട് എലമെന്റ് 1 ആയിരിക്കണം, പിവട്ടിന്റെ മേളിലും താഴെയുള്ള എലമെന്റ്സ് 0 ആയിരിക്കണം. അത് ഇവിടെ പക്ഷെ 2 വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റോ എഷലോൺ ഫോം എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ 0 ആയിരുന്നെങ്കിൽ മാത്രമേ റെഡ്യൂസ് റോ എഷലോൺ ഫോം എന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ബോട്ടം റൈറ്റിലെ പിവറ്റ് എലമെന്റ്സ് വരാവൂ. ലോവർ റോസിലേക്ക് പോകുമ്പോൾ ബോട്ടം റൈറ്റിലേക്ക് പിവറ്റ് എലമെന്റ്സ് വരാവൂ. അല്ലെങ്കിൽ അപ്പറിലേക്ക് പോവുകയാണ് എങ്കിൽ ടോപ്പ് ലെഫ്റ്റിലെ പിവറ്റ് വരാവൂ. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 മാത്രം എൻട്രി ഉള്ള റോ ഉണ്ടെങ്കിൽ മെട്രിക്സിന്റെ ബോട്ടത്തിൽ വരാൻ പാടുള്ളൂ. ആ ഒരു 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ ആണെന്ന് പറയാൻ പാടുള്ളൂ. Now you just write down this particular question. 1, 2, 3, 4, 5, 6, 6, 7, 8. Find the reduced row echelon form of this particular matrix. Question എഴുതാ 1, 2, 3, 4, 5, 6, 6, 7, 8. Find reduced row echelon form. Question note ചെയ്തേ. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ മെസ്സേജ് ഇടണേ. Now what we are going to do is, നമുക്കിതിനെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു സാധാരണ ഒരു മെട്രിക്സ് ആണ്. നമുക്ക് അതിനെ റെഡ്യൂസ് റോ എഷലോൺ ഫോമിലേക്ക് ആക്കണമെങ്കിൽ ആദ്യമേ തന്നെ അതിനെ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ട് വേണം അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4ന്റെ പൊസിഷൻ, സെക്കൻഡ് റോയുടെ ഫസ്റ്റ് പൊസിഷൻ 4, 6, 7, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന 4, 6, 7 ഈ 3 പൊസിഷൻസിലുള്ള വാല്യൂസിനെ സീറോസ് ആക്കണം. അപ്പൊ നമ്മൾ ഞാൻ ആദ്യം തന്നെ റോ 2ൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുവാണ്. 4 - 4 ചെയ്താൽ 0 ആക്കാം. 1 ഇവിടെ ഉണ്ട്. So I am applying the row transformation. R2 gives R2 minus 4R1. R2 gives R2 minus 4R1. അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി 1, 2, 3 എന്ന് തന്നെ. So 4 minus 1 into 4. 4 minus 4. Then 5 minus 2 into 4. 2 into 4, 8. So 5 minus 8. Then third position is 6 minus 4 into 3. 4 into 3, 12. So 6 minus 12. ഇനി ഈ 6ന്റെ പൊസിഷൻ 0 ആക്കാൻ വേണ്ടി റോ 3ൽ നമുക്ക് 2 ട്രാൻസ്ഫോർമേഷൻ ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം കേട്ടോ. 2 റോയ്ക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. സ്റ്റെപ്പിന്റെ എണ്ണം, അതായത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തെഴുതുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഒരെണ്ണം R2നും അടുത്തത് ഞാൻ R3ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. R3 gives R3 minus 6R1. R3 minus 6R1. So this is R3. 6, 7, 8 എന്നുള്ളതാണ് R3. ആദ്യത്തെ എലമെന്റ് എടുക്കുക. 6 minus 6 into 1. 6 minus 6.
അടുത്തത് 7 മൈനസ് 6 ഇൻറ്റു 2. സോ 7 മൈനസ് 12. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് 8 മൈനസ് 6 ഇൻറ്റു 3. സോ 8 മൈനസ് 18. സോ ഈ രണ്ട് റോ ട്രാൻസ്ഫോർമേഷനും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1 2 3. സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് 4 മൈനസ് 4 0, 5 മൈനസ് 8 മൈനസ് 3, 6 മൈനസ് 12 മൈനസ് 6. ദെൻ തേർഡ് റോ എന്ന് പറയുന്നത് 6 മൈനസ് 6 0, 7 മൈനസ് 12 മൈനസ് 5, 8 മൈനസ് 18 മൈനസ് 10. ഇതേ രീതിയിലായിരിക്കണം മെട്രിക്സ് കിട്ടുന്നത്. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ പറയാം. ഇവിടുത്തെ കേസിൽ ഇനി നമുക്ക് 0 ആക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് -5 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ ആകും എന്നുള്ളത്. അതിന്റെ സൈഡിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. വാല്യൂ ഓഫ് പിവറ്റ് D1. പിവറ്റിന്റെ എല്ലാം വാല്യൂ 1 ആയിരിക്കണം. എലമെന്റ്സ് എബോ ആൻഡ് ബിലോ പിവറ്റ് ആർ 0. പിവറ്റിന് മുകളിലുള്ളതും താഴെയുള്ളതുമായുള്ള എൻട്രി എല്ലാം സീറോസ് ആയിരിക്കണം. പിവറ്റ് ഷുഡ് ബി ബോട്ടം റൈറ്റ് ഫോർ കോൺസിക്യൂട്ടീവ് റോസ്. പിവറ്റ് ഒരു റോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോയുടെ പിവറ്റ് എന്ന് പറയുന്നത് മുകളിലത്തെ റോയുടെ ബോട്ടം റൈറ്റ് ആയിട്ട് വേണം വരാൻ. ദെൻ 0 മാത്രം എൻട്രി ഉള്ള റോ വരികയാണെങ്കിൽ അത് മെട്രിക്സിന്റെ ലാസ്റ്റ് ലൈൻ ആയിരിക്കണം. ആ ഒരു 4 കണ്ടീഷൻസ് ആണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് -5 നമുക്ക് 0 ആക്കാം. -5 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. പിവറ്റിന്റെ വാല്യൂ എല്ലാം 1 ആവണം എന്നുള്ളത്. പിവറ്റിന്റെ വാല്യൂ 1 ആക്കാനുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ -3 എന്നുള്ളതാണ് ഇതിന്റെ പിവറ്റ് വാല്യൂ. -5 എന്നുള്ളതാണ് ലാസ്റ്റ് റോയുടെ പിവറ്റ് വാല്യൂ വരുന്നത്. സോ -3യെ 1 ആക്കാൻ വേണ്ടി -3 ഇൻറ്റു -1/3. -3 ഇൻറ്റു -1/3 +1 ആവും. അതേപോലെ -5 ഇൻറ്റു -1/5 ഇറ്റ് ഇസ് +1. So what I am going to do is R3 should be multiplied with -1/5 and R2 should be multiplied with -1/3. R2-നെ -1/3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാ എലമെന്റും. സോ 1 2 3 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ വരും. സെക്കൻഡ് റോയിൽ 0 -3 -6 ആണ് വാല്യൂസ് വരുന്നത്. 0 ഇൻറ്റു -1/3 0 തന്നെ. -3 ഇൻറ്റു -1/3 മൈനസും മൈനസും പ്ലസ് ആയി. സോ +1 3 3 ക്യാൻസൽ ആയി. ദെൻ -6 ഇൻറ്റു -1/3 -6 ഇൻറ്റു -1/3 +2 വരും ആൻസർ. സോ 0 1 2 എന്നായി സെക്കൻഡ് റോ. ദെൻ തേർഡ് റോയെ നമ്മൾ R3 ഇൻറ്റു -1/5 ആണ് ചെയ്യുന്നത്. സോ 0 ഇൻറ്റു -1/5 0 itself. -5 into -1/5, 5 cancel, minus becomes positive, so +1. -10 into -1/5, -10 into -1/5 എന്ന് പറയുമ്പോൾ +1 സോറി +2 വരും. 10/5 എന്ന് പറയുമ്പോൾ 2 വരും. So we obtain a matrix like this: 1 2 3 0 1 2 0 1 2. ഇനി നോക്കിയാൽ ഈ ഒരു മെട്രിക്സിൽ നമ്മുടെ സെക്കൻഡ് റോയും തേർഡ് റോയുടെയും വാല്യൂസ് സെയിം ആണ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഒരു റോയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. R3 നമുക്ക് ബോട്ടം റോ ആണ് 0 ആയിട്ട് വരേണ്ടത്. അപ്പോൾ R3 ഗീവ്സ് R3 മൈനസ് R2 ചെയ്യുവാണെങ്കിൽ ബോട്ടം R3 റോയിലെ എല്ലാം 0 ആയി പോകും. രണ്ട് റോയും ഒരേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഐ ആം അപ്ലൈയിങ് ദ ട്രാൻസ്ഫോർമേഷൻ. R3 ഗീവ്സ് R3 മൈനസ് R2. R3 മൈനസ് R2 എന്ന് പറയുമ്പോൾ 1 2 3 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ വന്നു. സെക്കൻഡ് റോ 0 1 2 അങ്ങനെ തന്നെ വന്നു. 0 മൈനസ് 0 0 വന്നു. 1 മൈനസ് 1 0 വന്നു. 2 മൈനസ് 2 0 വന്നു. So we obtain a matrix like this: 1 2 3 0 1 2 0 0 0. This is in row echelon form because row echelon formil 3 conditions ആയിരുന്നു.
pivot should go from top left to bottom right. അതായത് ഇവിടെ പിവട്ട് ഇവിടെ വന്നു, അടുത്ത റോയുടെ പിവട്ട് ഇവിടെ വന്നു, ആ ഒരു ബോട്ടം റൈറ്റ് പൊസിഷനിലാണ് വന്നേക്കുന്നത്. ദെൻ എൻട്രീസ് ബിലോ പിവട്ട് ആർ സീറോ. പിവട്ടിന്റെ താഴെ വരുന്ന വാല്യൂസ് എല്ലാം സീറോ ആയിരിക്കണം. ഈ വണ്ണിന് താഴെ എല്ലാം സീറോ വന്നു, ഈ വണ്ണിന് താഴെ സീറോ വന്നു. ദെൻ സീറോ എൻട്രി ഉള്ള റോ ഉണ്ടെങ്കിൽ മെട്രിക്സിന്റെ ബോട്ടത്തിൽ വരണം. ഈ 3 കണ്ടീഷൻ ആയിരുന്നു റോ എഷലോൺ ഫോമിൽ വരേണ്ടത്. ആ 3 കണ്ടീഷനും ഈ ഒരു മെട്രിക്സിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് റോ എഷലോൺ ഫോമിലുള്ള മെട്രിക്സ് ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെഡ്യൂസ് റോ എഷലോൺ ഫോം ആണ്. റെഡ്യൂസ് റോ എഷലോൺ ഫോം ആണെങ്കിൽ ഇതിന്റെ കൂടെ ഒറ്റ കാര്യം കൂടെ ചെയ്താൽ മതി. ഈ ഒരു 2 വാല്യൂവിനെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 2 വാല്യൂ, ഈ 2 റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ 2നെ 0 ആക്കി കഴിഞ്ഞാൽ, ഈ 2 എന്ന് പറയുന്ന പൊസിഷനിൽ 0 വന്നു കഴിഞ്ഞാൽ റെഡ്യൂസ് റോ എഷലോൺ ഫോമിലേക്ക് ഇത് കൺവേർട്ട് ആവും. കാരണം പിവട്ട് എല്ലാം 1 ആണ്. പിവട്ടിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ബോട്ടം റൈറ്റ് ആ രീതിയിലാണ് പോയേക്കുന്നത്. 0 മാത്രമുള്ള എൻട്രി ലാസ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനും കൂടെ, ഈ എബോ കണ്ടീഷനും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം മതി. So we apply one more transformation to do the corresponding thing. ഇത്ര നോട്ട് ചെയ്തോ? അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ 2നെ 0 ആക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ, 2നെ 0 ആക്കാൻ വേണ്ടി R1 ഗീവ്സ് എന്ത് ചെയ്യാം, R1 മൈനസ് 2R2 ചെയ്താൽ മതി. R1 ഗീവ്സ് R1 മൈനസ് 2R2. ആ ഒരു ഓപ്പറേഷൻ ചെയ്യാം. R1 ഗീവ്സ് R1 മൈനസ് 2R2. സോ R1 1 മൈനസ് 0 ഇൻറ്റു 2, 1 മൈനസ് 0 വന്നു. സോ 1 തന്നെ വന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് 2 മൈനസ് 2 ഇൻറ്റു 1, 2 മൈനസ് 2 വന്നു. സോ സെക്കൻഡ് പൊസിഷൻ 0 ആയി. തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് 3 മൈനസ് 2 ഇൻറ്റു 2. സോ 3 മൈനസ് 4 വന്നു. സോ ഇവിടെ മൈനസ് 1 വന്നു. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതുക, തേർഡ് റോയും അങ്ങനെ തന്നെ എഴുതുക. സോ വി ഒബ്റ്റെയിൻ എ മെട്രിക്സ് ലൈക്ക് ദിസ്: 1 0 മൈനസ് 1 0 1 2 0 0 0. So this matrix is in reduced row echelon form. Reduced row echelon ഫോമിലാണെങ്കിൽ 4 കണ്ടീഷൻ വരും. പിവട്ട് 1 ആയിരിക്കണം, പിവട്ട് 1. ദെൻ പിവട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ബോട്ടം റൈറ്റ് പൊസിഷൻ ആയിരിക്കണം. അതേ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത് പിവട്ടിന്റെ എബോവ് ബിലോ, എബോവ് ആൻഡ് ബിലോ സീറോസ് ആയിരിക്കണം, സീറോസ് അത് വന്നിട്ടുണ്ട് ഇവിടെ. ദെൻ നാലാമത്തേത് 0 എൻട്രി റോ ലാസ്റ്റ് ലൈൻ. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ഇൻ reduced row echelon form. So this will be the answer for that particular question. Note it down. ചെയ്ത് കഴിയുമ്പോൾ മെസ്സേജ് പറയണേ. അപ്പൊ റോ എഷലോൺ ഫോമും റെഡ്യൂസ്ഡ് റോ എഷലോൺ ഫോമും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. റെഡ്യൂസ്ഡ് റോ എഷലോൺ ഫോം ആണെങ്കിൽ പിവട്ടിന്റെ വാല്യൂ 1 ആവണം. മറ്റേതിൽ എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. റോ എഷലോൺ ഫോം ആണെങ്കിൽ എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. റെഡ്യൂസ്ഡ് റോ എഷലോൺ ഫോമിലാണെങ്കിൽ പിവട്ടിന് 1 വരണം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എഷലോൺ ഫോമിൽ പിവട്ടിന്റെ താഴെ മാത്രം 0 വന്നാൽ മതി. റെഡ്യൂസ്ഡ് റോ എഷലോൺ ഫോമിലാണെങ്കിൽ പിവട്ടിന്റെ മേളിലും താഴെയും 0 വരണം.
ആ ഒരു രണ്ട് ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. ടോപ്പ് ബോട്ടം റൈറ്റിന്റെ കേസും പിന്നെ സീറോ എൻട്രി ഉള്ളതാണെങ്കിൽ മെട്രിക്സിന്റെ ലാസ്റ്റ് ലൈനിൽ വരണം എന്നുള്ള കേസുമാണ് വരുന്നത്. Okay, we will move to the next part. You write down the question. Convert to reduce row echelon form. You write down the first question. 1, 2, 3, 4, 4, 5, 6, 7, 6, 7, 8, 9. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം നോട്ട് ചെയ്യുക. അതിനെ റെഡ്യൂസ് റോ എഷലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു കോളം കൂടെ കൂടിയെന്നേ ഉള്ളൂ. അപ്പൊ അതേ രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് തുടങ്ങിക്കോ. 1, 2, 3, 4, 4, 5, 6, 7, 6, 7, 8, 9. Convert the corresponding matrix to reduced row echelon form. Reduced row echelon form ആണെങ്കിൽ ഫോർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതൊന്ന് ഓർത്താൽ മതി. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? അപ്പൊ സോൾവ് ചെയ്ത് തുടങ്ങിക്കോ. So our question is 1, 2, 3, 4, 4, 5, 6, 7, 6, 7, 8, 9. ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കണമെങ്കിൽ ദിസ് ഇസ് എ 3/4 മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ അകത്തെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡയഗണൽ അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഡയഗണൽ വരുന്നത് A11, A22, A33 പൊസിഷനിലായിരിക്കും. സോ വി ഹാവ് ടു മേക്ക് 4, 6, 7 the positions A21, A31, A32. ഈ മൂന്ന് പൊസിഷൻ 4, 6, 7 ഈ മൂന്ന് പൊസിഷനിലുള്ള വാല്യൂസ് 0 ആക്കണം. സോ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് കോളത്തിൽ വരുന്ന 4ഉം 6ഉം സീറോസ് ആക്കാനുള്ള റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോയില് ഈ 4 0 ആക്കണമെങ്കിൽ R2 gives R2 minus 4R1. അതേപോലെ R3 gives R3 minus 6R1. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പൊസിഷനും 0 ആവും, ഈ ഒരു പൊസിഷനും 0 ആവും. ചെയ്യാട്ടോ. ആദ്യത്തെ രണ്ട് റോ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 0, -3, -6, -9, 0, -5, -10, -15. ഇനി തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് പിവറ്റ് എലമെന്റിന്റെ വാല്യൂ 1 ആക്കണം. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ്, ഇപ്പൊ കേട്ടിരിക്കുന്ന റോ 2ന്റെയും റോ 3യുടെയും പിവറ്റ് എലമെന്റിനെ 1 ആക്കാൻ വേണ്ടി അതിന് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ -3യെ ഇൻറ്റു -1/3 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആവും. -5നെ ഇൻറ്റു -1/5 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷന് 1 ആവും. അപ്പൊ അതേ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തത് അപ്ലൈ ചെയ്യാം. ആ ഒരു രണ്ട് ട്രാൻസ്ഫോർമേഷൻ R2 gives R2 into -1/3, R3 gives R3 into -1/5. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മെട്രിക്സിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 0 into -3 into -1/3, so it is positive 1, -6 into -1/3, 6/3 എന്ന് പറയുന്നത് 2 വരും, മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, സോ 2 വന്നു.
minus 9 into minus 1 by 3. So it will be positive 3. Likewise, the third row, R3 gives R3 into minus 1 by 5. So 0 into minus 1 by 5, 0 itself. Minus 5 into minus 1 by 5, it is positive 1. Then minus 10 into minus 1 by 5, it is positive 2. Minus 15 into minus 1 by 5, it is positive 3. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റോയുടെയും പിവറ്റ് എലമെന്റ് ഫസ്റ്റ് റോയിൽ 1 ആ വന്നേക്കുന്നത്, സെക്കൻഡ് റോയുടെ പിവറ്റ് എലമെന്റ് 1 ആണ്, തേർഡ് റോയുടെ പിവറ്റ് എലമെന്റും 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. So property 1 satisfied here. All leading values or pivot values is now 1. That property is satisfied. ഇത്രയും ആയെങ്കിൽ പറയണേ. ഓരോ വാല്യൂ എടുത്ത് മൈനസ് ഒക്കെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ മതി സൈഡിലായിട്ടേ. Now what we are going to do is, ഇപ്പൊ നമുക്ക് എല്ലാ പിവറ്റ് എലമെന്റും 1 വന്നു. ഇനി പിവറ്റിന് മുകളിലും താഴെയുള്ള വാല്യൂസ് എല്ലാം 0 ആക്കണം. അതിനു മുമ്പ് നമുക്ക് ആ ഒരു മെട്രിക്സിനെ നോക്കിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ സെക്കൻഡ് റോയും തേർഡ് റോയും ഈക്വലാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സിന്റെ സെക്കൻഡ് റോയും തേർഡ് റോയും 0 1 2 3 എന്നുള്ള വാല്യൂലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റോയെ എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? നമുക്ക് എപ്പോഴും വേണ്ടത് 0 ഉള്ള റോ എന്ന് പറയുന്നത് ലാസ്റ്റ് റോ ആയിട്ടായിരിക്കണം വരേണ്ടത്. സോ R3 gives R3 minus R2 നമുക്ക് ചെയ്യാം. R3 gives R3 minus R2. So you obtain like this 1 2 3 4. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ വരും. സെക്കൻഡ് റോ 0 1 2 3 അങ്ങനെ തന്നെ വരും. മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് 0 minus 0 0 itself, 1 minus 1 0, 2 minus 2 0, 3 minus 3 0. So 0 0 0 0. Satisfy if a metric ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനി പിവറ്റിന്റെ മേളിൽ വരുന്ന എലമെന്റ് 0 ആക്കണം. സോ R1 gives R1 minus 2 R2. R1 minus 2 R2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലെ 2നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റെഡ്യൂസ് റോ എഷലോൺ ഫോമിന്റെ 4 പ്രോപ്പർട്ടീസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് റോ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. പിവട്ട് എലമെന്റിന്റെ മേളിലും താഴെയും വരുന്നതെല്ലാം സീറോസ് ആയിരിക്കണം. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് ഒരു ലോവർ റോയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പർ റോയുടെ പിവറ്റ് എന്ന് പറയുന്ന ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ വേണം വരാന്. അതേപോലെ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 മാത്രമുള്ള റോ ഉണ്ടെങ്കിൽ അത് ബോട്ടം ആയിട്ടായിരിക്കണം വരേണ്ടത്. ആ 4 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ റെഡ്യൂസ് റോ എച്ചലോൺ ഫോം ഓഫ് ദ ഗിവൺ മെട്രിക്സ്. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. Shall we move to the next question? So write down the next question. X plus y plus z is equal to 4. X minus y plus 2z is equal to 6. 3x plus y minus z is equal to 4. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സും കൂടെ എഴുതിക്കും കേട്ടോ. എന്നിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. So this is the question. X plus y plus z is equal to 4. X minus y plus 2z is equal to 6. 3x plus y minus z equal to 4. And this is the corresponding augmented matrix. Augmented matrixനെ ആദ്യം തന്നെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ 1 പൊസിഷൻ 0 ആക്കണം, 3 പൊസിഷൻ 0 ആക്കണം, ഈ 1 പൊസിഷനും 0 ആക്കണം. So I am first of all trying to make this 1 as 0 and this 3 as 0. So for that I am doing row 2 transformation. Row 2 gives R2 minus R1 and R3 gives R3 minus 3R1. ചെയ്യട്ടോ. ഓക്കെ, അതിന് കുറച്ച് പേപ്പർ ഉണ്ടല്ലേ.
സോ അടുത്ത ട്രാൻസ്ഫോർമേഷൻ നോക്കുക. അടുത്ത ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് ഈ -2 ഉണ്ട്, അതിനെ 1 ആക്കാൻ നോക്കാം. അല്ല എങ്കിൽ ഈ -2 എന്ന് പറയുന്ന പൊസിഷനെ 0 ആക്കാം. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് -2നെ 0 ആക്കുകയാണ്. സോ R3 gives R3 minus R2. So 1 1 1 4 0 -2 1 2 0 0 -5 10 എന്നായി. ഇനി ഈ -2നെ 1 ആക്കാൻ നോക്കാം. -2നെ 1 ആക്കാൻ വേണ്ടി -1/2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റോ 2 gives R2 into -1/2. So it will become 1 1 1 4 0 -2 into 0 into -1/2 0 തന്നെ, -2 into -1/2, so it will become 1. Then 1 into -1/2, it will become -1/2. 2 into -1/2, it will become -1. Then third row അതേ രീതി തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പില് ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഒന്നെങ്കിൽ ഈ 1നെ നമുക്ക് 0 ആക്കാം, അല്ലെങ്കിൽ ഈ -5നെ 1 ആക്കാം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ 1നെ 0 ആക്കാൻ നോക്കാം അടുത്ത സ്റ്റെപ്പിൽ. സോ ഇറ്റ് വിൽ ബിക്കം, ഈ 1നെ 0 ആക്കണമെങ്കിൽ R1 മൈനസ് R2 ചെയ്താൽ മതി. സോ 1 മൈനസ് 0 1 തന്നെ. അടുത്തതിൽ 1 മൈനസ് 1, സോ ഇറ്റ് വിൽ ബിക്കം 0. ദെൻ അടുത്ത സ്റ്റെപ്പിൽ 1 മൈനസ് 1/2, 1 മൈനസ് -1/2. So 1 plus 1/2, which will be equal to 3/2. Then അടുത്ത സ്റ്റെപ്പിൽ 4 ആണ്, 4 minus -1. So 4 plus 1, which is equal to 5. So our matrix become 1 0 3/2 5. Second row is same, 0 1 -1/2 -1. The third row is 0 0 -5 10. അപ്പോൾ ഫസ്റ്റ് പിവട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ എല്ലാം 0 വന്നു. സെക്കൻഡ് പിവട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മേളിലും 0, താഴെയും 0. തേർഡിന്റെ പിവട്ട് എലമെന്റ് എന്ന് പറയുന്നത് -5 ആണ്. ഇനി നമുക്ക് ഈ -5നെ +1 ആക്കണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് R3 ഷുഡ് ബി ട്രാൻസ്ഫോം ടു R3 into -1/5. So R3 will be transformed into R3 into -1/5. So first row അങ്ങനെ തന്നെ വരും, 1 0 3/2 5. സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 1 -1/2 -1. തേർഡ് റോ എന്ന് പറയുന്നത് 0 into -1/5 0, 0 into -1/5 0, -5 into -1/5. So it will be +1. Then -10 into -1/5. So it will be +2. So it will become 0 0 1 2. അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് ഇത്രയും ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഇപ്പൊ ഇതിന്റെ എല്ലാ പിവട്ട് എലമെന്റ്സും 1 ആയിട്ടുണ്ട്. ഫസ്റ്റ് പിവട്ടിന്റെയും സെക്കൻഡ് പിവട്ടിന്റെയും മേളിലും താഴെയുള്ളത് 0 ആയിട്ടുണ്ട്. തേർഡ് പിവട്ടില് മേളിലുള്ള 2 വാല്യൂസ് ഉണ്ട്, അവരെ ഇനി 0 ആക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. ഇത്രയായോ?
ഇനി 3/2നെ 0 ആക്കണം, -1/2നെ 0 ആക്കാം. സോ അതിനു വേണ്ടി R2 gives R2 plus 1/2 R3. Then R1 gives R1 minus 3/2 R3. ഇവിടെ 1 ഉണ്ട്, അപ്പോൾ അത് വെച്ച് R3 വെച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കാം. -3/2 ഇട്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്യുക. -3/2 ഇട്ട് ഫസ്റ്റ് റോനെ R1 gives R1 minus 3/2 R3യും R2 gives R2 plus 1/2 R3യും ചെയ്യുക. അപ്പോൾ ഈ രണ്ട് പൊസിഷനും 0, ആ ഈ രണ്ട് വാല്യൂസും ചേഞ്ച് ആയിക്കോളും. ഇത്ര ആയെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ. അഖില മാത്രമേ മെസ്സേജ് തന്നിട്ടുള്ളൂ. Okay. So we are applying two more transformations. Row 2 will be transformed to R2 plus 1/2 R3, and row 1 will be changed with R1 minus 3/2 R3. R1 minus 3/2 R3. So R1 is 1, 1 minus 0. 1 minus 0, 1 itself. Then second position is 0. Second position in the first row is 0. So 0 minus 0. So again 0 itself. Third is 3/2. 3/2 minus 3/2 into 1. So 3/2 minus 3/2, it will become 0. Then next position is 5 minus 3/2 into 5 minus 3/2 into 2. 3/2 into 2. അപ്പോൾ 2 2 cancel out. 5 minus 3 വരും. So the value is 2. So our first row becomes 1 0 0 2. Second row is we are having another transformation. R2 gives R2 plus 1/2 R3. R2, so at present R2 is having 0 value. 0 plus 0 വരും. So first position 0. Second position is 1 plus 0 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 1 വന്നു. Then third position എന്ന് പറയുന്നത് R2ന്റെ third position എന്ന് പറയുന്നത് -1/2 ആണ്. -1/2 plus 1/2 R3 ആണ് വരുന്നത്. So R3 here 1. So -1/2 plus 1/2. So it will become 0 here. Then the last position is -1. -1 plus 1/2 of R3. 1/2 of R3 means 2. So -1 plus 1 വന്നു. -1 plus 1, it is 0. Last row അങ്ങനെ തന്നെ വന്നു. So 0 0 1 2. So our matrix is like this: 1 0 0 2, 0 1 0 0, 0 0 1 2. മാം ഒരു ഡൗട്ട് ഉണ്ട്. R1-ല് തേർഡ് എലമെന്റ് എന്തിനാ റെഡ്യൂസ് ചെയ്തേ? നമുക്ക് റെഡ്യൂസ്ഡ് റോ എഷലോൺ ഫോമിലേക്കാണല്ലോ വരേണ്ടത്. അപ്പൊ പിവറ്റിന്റെ മേളിലുള്ള എല്ലാ വാല്യൂസും 0 വരണം. ഇവിടുത്തെ തേർഡ് റോയുടെ പിവറ്റ് എന്ന് പറയുന്നത് തേർഡ് കോളത്തിലാണ് കിടക്കുന്നത്. ഈ 1 കണ്ടോ? തൊട്ട് മുമ്പുള്ള ഒരു സ്ലൈഡ് നോക്കി, തൊട്ട് മുമ്പത്തെ മെട്രിക്സ് നോക്കി. തൊട്ട് മുമ്പത്തെ മെട്രിക്സിൽ ഇവിടെ ഒരു 1 വരുന്നുണ്ട്, കണ്ടോ? തേർഡ് റോയുടെ 1. അതിന് മേളിലുള്ള രണ്ട് പൊസിഷനിലും 0 വരണം. റെഡ്യൂസ് റോ എഷലോൺ ഫോമിൽ 4 കണ്ടീഷൻസ് ആണുള്ളത്. പിവറ്റിന്റെ വാല്യൂ 1 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പിവറ്റിന്റെ മേളിലും താഴെയും വരുന്ന എലമെന്റ്സ് 0 ആയിരിക്കണം. അപ്പൊ അത് 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 2 ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തത്. ഇപ്പൊ നോക്കി, ഈ 2 ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ ഈ 1ന് മേലെ ഉള്ളതെല്ലാം 0 ആയി. പിവറ്റിന്റെ എല്ലാം വാല്യൂ 1 വന്നു. പിവറ്റിന്റെ ബോട്ടം റൈറ്റ്, ഓരോ പിവറ്റിന്റെ ബോട്ടം റൈറ്റ് ആയിട്ടായിരിക്കും അടുത്ത പിവറ്റ് വരുന്നത്.
അപ്പൊ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പിവറ്റിന്റെ മേളിലും താഴെ വരുന്ന എല്ലാം 0 ആയിരിക്കണം. അങ്ങനെ വന്നു. ഇനി 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാം 0 ഉള്ള റോ വന്നാൽ അത് മെട്രിക്സിന്റെ ലാസ്റ്റ് റോ ആയിട്ട് വേണം വരാൻ. അങ്ങനെ ഒരു റോ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് അത് ആപ്ലിക്കബിൾ അല്ല. So this is the reduced row echelon form of given linear system of equations. Clear ആയോ? Yes, ma'am. Okay. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല മാം, അത് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ കിട്ടിയേക്കണേ? 1 0 0 0 1 0 0 0 1 ആ, ഇത് ഈ ഒരു പോർഷൻ, ഈ ആദ്യത്തെ 3x3 നോക്കുവാണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. പക്ഷെ ഇവിടെ ഒരു 202 നമുക്കുള്ളതിൽ അതിന്റെ മെട്രിക്സും അല്ല, അതിന്റെ അകത്ത് മെട്രിക്സിന്റെ അകത്ത് ഉള്ളതിൽ ഏറ്റവും ചെറിയ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ നോക്കണം. അതിന് മുമ്പത്തേന്റെ അകത്തും അങ്ങനെ തന്നെയല്ലേ വന്നത്? അതായത് 0 1 0 1. അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. എപ്പോഴും അത് അങ്ങനെ വരാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വരേണ്ടത് പിവറ്റ് എലമെന്റിന്റെ വാല്യൂ 1 മാത്രമേ വരാൻ പാടുള്ളൂ. റെഡ്യൂസ് റോ എച്ച്ലോൺ ഫോം ആണെങ്കിൽ പിവറ്റിന്റെ വാല്യൂ 1 മാത്രമേ വരാൻ പാടുള്ളൂ. പിവറ്റിന്റെ മുകളിലും താഴെയും വരുന്നത് 0 വരണം. ബാക്കിയുള്ളതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇതിന്റെ താഴെ ഒരു 0 0 റോ ഉണ്ടായിരുന്നെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറുകയല്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. അപ്പോൾ ഈ ഒരു 2 റെഡ്യൂസ് ഫോർമാറ്റ് മെട്രിക്സിന്റെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് നിർത്തുള്ളേ. റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഓ യെസ്, ചോദിച്ചോ. ഇത് വേറെ ടൈപ്പില് ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പലരും ചെയ്യുമ്പോൾ പല തരത്തിലല്ലേ വരാ? അപ്പൊ എല്ലാവർക്കും ഒരേ മെട്രിക്സ് തന്നെയാണ് അവസാനം കിട്ടുക? അവസാനം കിട്ടുന്ന ഒരേപോലെ ആയിരിക്കും. അല്ല എങ്കിൽ അവസാനം കിട്ടുന്നത് വേറെയാണ് കിട്ടിയതെങ്കിൽ, ഏതെങ്കിലും നമ്മൾ ഇങ്ങനെ മൈനസും പ്ലസും ഒക്കെ ഇട്ട് ചെയ്യുന്നതല്ലേ, അവിടെ എന്തെങ്കിലും എറർ വന്നിട്ട് കാണും. വേറെയാണ് കിട്ടിയതെങ്കിൽ എങ്ങനെ വേണമെങ്കിലും റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു എയിം മനസ്സിൽ കണ്ടുകൊണ്ട് 0 ആക്കാനുള്ളത് 0 ആക്കുക, 1 ആക്കാനുള്ളത് 1 ആക്കുക. ആ രീതിയിൽ നമുക്ക് ആ ഓർഡർ ഒക്കെ മാറ്റി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഫൈനലി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോം എന്ന് പറയുന്ന ഫോം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 2 ഫോർമാറ്റ് പഠിച്ചു മെട്രിക്സിന്റെ: റോ എച്ച്ലോൺ ഫോമും റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോമും. റോ എച്ച്ലോൺ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പിവറ്റ് ഗോ ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. Then all entries below pivot are zeros. All rows which consist entirely of zeros appear at the bottom of the matrix. പിവറ്റ് ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് ബോട്ടം റൈറ്റിലേക്കാണ് പോകേണ്ടത്. പിവറ്റിന്റെ താഴെയുള്ള എലമെന്റ്സ് 0 ആയിരിക്കണം. റോ എച്ച്ലോൺ ഫോം ആണെങ്കിൽ all rows which consist entirely of zeros should appear at the bottom of the matrix. ഈ റോ എച്ച്ലോൺ ഫോമിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സിന്റെ റാങ്ക് ഐഡന്റിഫൈ ചെയ്യാം. So rank of a, write down the heading, rank of a matrix by reducing to row echelon form. So what we have to do is, we are having a matrix with us. We have to perform only the row elementary operations and convert it into upper triangular matrix. Then number of non-zero rows should be equivalent to the rank of a particular matrix. നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് തന്നിരിക്കുന്ന മെട്രിക്സിനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര നോൺ സീറോ റോസ് വരുന്നുണ്ടോ ആ ഒരു കൗണ്ട് ആയിരിക്കും മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്.
So after writing this three statements, you write down the question. Find rank by reducing to echelon form. Find rank by reducing to echelon form. ഈ ഒരു മെട്രിക്സും നോട്ട് ചെയ്തോ. 1 2 -1 4 2 4 3 5 -1 -2 6 -7. So first of all, what we have to do is we have to convert it into upper triangular matrix. Upper triangular matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഈ -1 പൊസിഷൻ ഈ -2ന്റെ പൊസിഷൻ 0 ആക്കണം. ഈ മൂന്ന് പൊസിഷനും 0 ആക്കാം. സോ ആദ്യമേ തന്നെ നമുക്ക് ഈ 2നെ ഈ -1നെയും 0 ആക്കാൻ നോക്കാം. സോ R2 gives R2 - 2R1 ഉം R3 gives R3 plus R1 ഉം ചെയ്യാം. So we are applying the transformation. R2 gives R2 minus 2R1 and R3 gives R3 plus R1. So first row അങ്ങനെ തന്നെ എഴുതും. 1 2 -1 4. Second row means converted to R2 minus 2R1. So 2 minus 2 into 1. So 2 minus 2 0. 4 minus 2 into 2 4. 4 minus 4 it's 0. Then 3 minus 2 into -1. 2 into -1 minus 2. So 3 plus 2. 3 plus 2 it is 5. Then last position 5 minus 2 into 4. 5 minus 8. So it is -3. So our second row is 0 0 5 minus 3. Now we are applying the next transformation for row 3. Row 3 gives row 3 plus R1. So -1 plus 1 0, -2 plus 2 0, 6 minus 1, 6 minus 1 5, -7 plus 4, -7 plus 4 it is -3. So we obtain a matrix like this. 1 2 -1 4 0 0 5 -3 0 0 5 -3. If you are looking at that particular matrix, the row 2 and row 3 are same. So you can eliminate one of the rows. We can eliminate the third row because as per row echelon form, the last row should be the zero entry row. So R3 can be transformed as R3 gives R3 minus R2. Trial parane. So apply one more transformation. R3 gives R3 minus R2. R3 gives R3 minus R2. So R3 gives R3 minus R2. So it will become 1 2 minus 1 4. That's the first row same as previous. Second row same as previous. So 0 0 5 minus 3. And third row is 0 minus 0 0, 0 minus 0 0, 5 minus 5 0, minus 3 minus minus 3. So minus 3 plus 3 it is again 0. So now we obtain the raw echelon form. Raw echelon form, the first condition is pivot should go from top left to bottom right. So here this is the first pivot element.
and this is the second pivot element. Second pivot element is the bottom right of first pivot. ഈ 1ന്റെ ബോട്ടം റൈറ്റ് പൊസിഷനിൽ തന്നെയാണ് 5 കിടക്കുന്നത്. then അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് പിവറ്റ് എലമെന്റിന്റെ താഴെ വരുന്നതെല്ലാം 0 ആയിരിക്കണം. ഇവിടെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. 1ന്റെ താഴെ എല്ലാം 0 വന്നിട്ടുണ്ട്, 5ന്റെ താഴെ എല്ലാം 0 വന്നിട്ടുണ്ട്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ സീറോ റോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും താഴെ വരണം. ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. So this is a reduced echelon form of this particular matrix. Now you have to count the number of non-zero rows. Non-zero rows, rows ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ. So 1, 2. 2 rows are there. Therefore, rank of this particular matrix is 2. So rank of the given matrix is 2. കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്ന് മെസ്സേജ് ഇട്ടേക്ക്. Okay, we will have one more question with us. അത് കഴിയുമ്പോൾ നിർത്താട്ടോ. Find the rank of this particular matrix. Write down the question. Find the rank of this matrix. 1, 2, 3, minus 1, minus 2, minus 1, minus 3, minus 1, 1, 0, 1, 1, 0, 1, 1, 1, minus 1. 5 മിനിറ്റ് മതി, പെട്ടെന്ന് എഴുതാം. We have to find out the rank of this particular matrix. So initially what we are going to do is we have to create an upper triangular matrix, which means that we have to make the positions this. Same position ആണ് കൺസിഡർ ചെയ്യേണ്ടത്. A11, this is a 4x4 matrix. 1, 2, 3, 4. So diagonal elements താഴെ വരുന്നത് 1, -1, 1, -1 എന്നുള്ളതാണ് ഡയഗണൽ എലമെന്റ് വരുന്നത്. സോ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പൊസിഷൻസ് എല്ലാമാണ് 0 ആക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ പിവറ്റിന് താഴെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ 0 ആക്കി നോക്കാം. അപ്പൊ റോ 2നെ -2 ആണ് കിടക്കുന്നത്. -2നെ 0 ആക്കണം. -2നെ 0 ആക്കണമെങ്കിൽ +2 ഇട്ട് ആഡ് ചെയ്യണം. ദെൻ 1നെ -1 ഇട്ട് ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആക്കാം. സോ വി ആർ അപ്ലൈയിങ് ദ ട്രാൻസ്ഫോർമേഷൻസ്. റോ 2 ക്യാൻ ബി ട്രാൻസ്ഫോം ടു R2 + 2R1 ചെയ്യാം. R1ൽ 1 ആണ്. സോ -2ഉം +2ഉം കൂടെ ഇടുമ്പോൾ 0 ആയിക്കോളും. അതേപോലെ റോ 3ക്ക് കൊടുക്കേണ്ട ട്രാൻസ്ഫോർമേഷൻ R3 - R1 ചെയ്താൽ മതി. ബിക്കോസ് 1 - 1 അപ്പോൾ 0 ആയിക്കോളും. So we will do that particular transformation. Row 1 same as previous, 1, 2, 3 -1. Row 2 can be identified as R2 + 2R1. So -2 plus 2 into 1, -2 plus 2, so 0. Then അടുത്തതെന്ന് പറയുന്നത് -1 plus 2 into 2, 2 into 2, 4. So -1 plus 4, 3. Next position -3 plus 3 into 2, 6. -3 plus 6. So it is +3. The next position is -1 plus -1 into 2. -1 into 2, -2. So -1
-2 -3 വരും. Then third order transformation എന്ന് പറയുന്നത് R3 minus R1 ആണ്. So 1 minus 1 0, 0 minus 2 -2. Then next position എന്ന് പറയുന്നത് 1 minus 3, 1 minus 3 -2. Next position 1 minus -1. So 1 plus 1 it is 2. Fourth row അതുപോലെ തന്നെ 0 1 1 minus 1 then. So we obtain a matrix like this: 1 2 3 minus 1, 0 3 3 minus 3, 0 minus 2 minus 2 2. அடுத்த row 0 1 1 minus 1. Now what we are going to do is we are trying to make a row as 0. If you are making here, you can see that this is 3 3 minus 3 and this is 1 1 minus 1. This is -2 -2 minus 2. So what I am going to do is I am applying the transformation R2. R2നെ നമുക്ക് ഇനി ഇത് പിവറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിവറ്റ് ആക്കണമെങ്കിൽ what we can do is 1/3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ R2 gives R2 ഒന്നുകിൽ നമുക്ക് ഇത് പിവറ്റ് ആക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും റോസിന് സീറോസ് ആക്കണമെങ്കിൽ സീറോസ് ആക്കാം. ഞാൻ ഇനി ഇതിന് ചെയ്യാൻ പോകുന്നത് സീറോസ് ആക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അത്രയും നോൺ സീറോ റോസ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സീറോസ് ആക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഫൈനൽ റിസൾട്ട് വരുന്നത് സെയിം ആയിരിക്കണം എന്നേ ഉള്ളൂ. സെയിം ആകും, നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിട്ട് കിട്ടും. സോ R2നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. R2 minus 3 R4. ഞാനിവിടെ ചെയ്യുന്നത് R2 gives R2 minus 3 R4. So it will become 1 2 3 minus 1 അങ്ങനെ തന്നെ. അടുത്തത് നോക്കുക, 0 minus 0 0 തന്നെ, 3 minus 3 അത് 0 ആയി. Then again 3 minus 3 അത് 0 ആയി. -3 into -1. So +3 ആയി. -3 +3 വന്നു. So അത് 0 ആയി. അടുത്ത റോ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതാം. -2 -2 2 0 1 1 -1. അപ്പോൾ നമുക്കൊരു ഒരു 0 എൻട്രി റോ വന്നു ഈ കേസിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് R3യെയും കൂടെ 0 ആക്കാൻ നോക്കുവാണ്. R3യെയും കൂടെ 0 ആക്കണമെങ്കിൽ ഈ -2 ആണ് ഇവിടെ വന്നേക്കുന്നത്, +2 ഇട്ട് ആഡ് ചെയ്താൽ മതി. സോ R3 + 2 R4 ചെയ്ത് നോക്കിയേ. R3 gives R3 + 2 R4. സോ മെട്രിക്സിൽ നമ്മൾ വീണ്ടും എഴുതുവാണ്. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ, സെക്കൻഡ് റോ അങ്ങനെ തന്നെ ഇപ്പൊ തൽക്കാലം എഴുതി. തേർഡ് റോയെ 0 + 0 വരും, 0 തന്നെ. -2 -2 +2 -2 1 ആണ് ഇവിടെ വന്നേക്കുന്നത്. 1 into 2 2 -2 + 2 it is 0. -2 + 2 0 മൈനസ് അടുത്തത് 2 -2 വരും. -1 into 2 -2. So 2 minus 2 it is again 0. The next row is 0 1 1 -1. ഇതേ രീതിയിൽ മെട്രിക്സ് വന്നു. അപ്പൊ 2 0 ഉള്ള റോസ് വന്നിട്ടുണ്ട്. ഇത്രയായോ? ഇനി സെക്കൻഡ് റോയും ഫോർത്ത് റോയും കൂടെ ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി. ആയാൽ ഒരു മെസ്സേജ് ഇടണേ. ഓക്കെ, മുന്നോട്ട് പോട്ടെ. Just swap second row with fourth row. So R2 interchanged with R4. R2 interchanged with R4. First row അങ്ങനെ തന്നെ വരും. 1 2 3 -1. Second row എന്ന് പറയുന്നത് R4 ആയിട്ട് വരും. 0 1 1 -1. Third row is 0
fourth row is 0, 0, 0. So this is the final matrix. You can see that this matrix is in row echelon form. Pivot എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റിലേക്കാണ് പോയേക്കുന്നത്. ദെൻ പിവറ്റിന്റെ താഴെയുള്ളതെല്ലാം സീറോസ് ആണ്. ഈ ഒരു പിവറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴെയെല്ലാം സീറോ വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴെയെല്ലാം സീറോ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ താഴ്ഭാഗത്ത് വേണം സീറോ എൻട്രി ഉള്ള റോസ് വരാൻ. ദേ താഴെ 2 റോസ് സീറോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ദിസ് ഈസ് ഇൻ row echelon form. Row echelon form. Row echelon form. Now we have to consider number of non-zero rows. Number of non-zero rows എന്ന് പറയുന്നത് ഈ കേസിൽ ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ. ദിസ് ഈസ് ഫസ്റ്റ് റോ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് റോ. മൂന്നാമത്തെ റോയും നാലാമത്തെ റോയും സീറോ റോസ് ആണ് വന്നേക്കുന്നത്. സോ വി ആർ ഹാവിംഗ് 2 rows. Therefore rank of the matrix is 2. Here also the rank of the matrix is 2. Here also the rank of the matrix is